നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊരു പുലിയായിരിക്കാം. ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ വെല്ലാൻ ഒരുപക്ഷെ വേറെ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്റെ ബിസിനസ് അങ്ങോട്ട് കേറി വരാത്തത് എന്നെപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പുതിയ കാലത്തെ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന സുധ എന്ന ഒരു ബ്യൂട്ടീഷ്യന്റെ യഥാർത്ഥ കഥയാണ് നമ്മൾ ഇന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ കയ്യിലുള്ളത് ഒരു ബിസിനസ് കോച്ചിംഗ് സെഷന്റെ സംഭാഷണങ്ങളാണ്. ജാഫർ എടക്കര എന്ന ഒരു ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് സുധ ബ്രൈഡ എന്ന അദ്ദേഹത്തിന്റെ ക്ലയന്റിന് നൽകുന്ന ഉപദേശങ്ങൾ. ഓക്കെ. അതോടൊപ്പം അവർ ഭാഗമായ 360 ഡിഗ്രി ബിസ് ഗ്രോത്ത് ക്ലബ് എന്നൊരു കൂട്ടായ്മയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള ചില രേഖകളുമുണ്ട്. അപ്പോ ഒരു സംരംഭക ശരിക്കും നേരിടുന്ന പ്രശ്നം എന്താണ്? അതിനൊരു ചിട്ടയായ സിസ്റ്റം കൊണ്ട് എങ്ങനെ പരിഹാരം കാണാം? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയത് അതാണ്. കഴിവ് മാത്രം പോരാ, അതിനെങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കണം, എങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നതിലാണ് ശരിക്കും കളിയിരിക്കുന്നത്. സുധയ്ക്ക് കിട്ടിയ ഉപദേശങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടായിട്ടും ബിസിനസ് വളർത്താൻ ഒരു പുതിയ വഴി തേടുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സംഭാഷണം ഒരു പുതിയ വാതിൽ തുറന്നു തന്നേക്കാം. അപ്പൊ നമുക്ക് സുധയുടെ അവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 15 വർഷത്തെ എക്സ്പീരിയൻസ്. അതെ, അത് ചെറിയ കാര്യമല്ല. മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാത്തിലും എക്സ്പേർട്ട്. എന്നിട്ടും കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായ, സ്വന്തമായി കട പോലുമില്ലാത്ത ഫ്രീലാൻസർമാര് വന്നപ്പോൾ സുധയുടെ ബിസിനസ് താഴോട്ട് പോയി. വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഹാപ്പിയാണ്. അവര് പറയുന്നുണ്ട്, അയ്യോ ചേച്ചിയെ എന്താ ഇത്രയും കാലം കാണാതിരുന്നത് എന്നൊക്കെ. പക്ഷേ ഈ നല്ല വാക്കുകളൊന്നും എവിടെയും രേഖപ്പെടുത്തുന്നില്ല. അതൊരു മാർക്കറ്റിംഗ് ടൂളായി മാറുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ആ പ്രശ്നത്തിന്റെ കാതൽ മനസ്സിലാക്കേണ്ടത്. സുധയുടെ പ്രശ്നം അവരുടെ കഴിവിന്റെ കുറവല്ല, അത് വ്യക്തമാണ്. പ്രശ്നം അതല്ല, മറിച്ച് ബ്രാൻഡിംഗ്, പൊസിഷനിംഗ് എന്നിവയിലുള്ള പരിചയക്കുറവാണ്. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുധ ബ്രൈഡ് എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്ത് ചിത്രം വരണം? ആർക്ക് വേണ്ടിയാണ് സുധയുടെ സേവനങ്ങൾ എന്ന് കൃത്യമായി നിർവചിക്കുന്നതിൽ വന്ന ഒരു പാളിച്ച. ശരിയാണ്. പണ്ടത്തെ പോലെയല്ല. ഇന്ന് ആളുകളെ നമ്മളെ തേടി വരണമെങ്കിൽ നമ്മൾ ആരാണെന്ന് അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം. ആ ധാരണയുണ്ടാക്കുന്നതിലാണ് സുധ പരാജയപ്പെട്ടത്. ശരിയാണ്. പണ്ട് ഈ വാമൊഴി മാത്രം മതിയായിരുന്നു. ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ അറിയും. ഇന്ന് 100 കണക്കിന് ഓപ്ഷനുകൾ ഉള്ളപ്പോൾ നമ്മളെ എന്തിനു തെരഞ്ഞെടുക്കണം എന്നതിനൊരു ഉത്തരം വേണ്ടേ? തീർച്ചയായും. ആ ഉത്തരമില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം. അവരുടെ കഴിവ് ഒരു നിധി പോലെ ആ സലൂണിന്റെ ഉള്ളിലിരിപ്പാണ്. പക്ഷേ ആ നിധി അവിടെ ഉണ്ടെന്ന് പുറത്തുള്ളവരറിയുന്നില്ല. അതാണ് വെല്ലുവിളി. അപ്പോ ഈ പ്രശ്നത്തിന് കോച്ചായ ജാഫർ നൽകുന്ന ആദ്യത്തെ ഉപദേശം വളരെ ലളിതമായി തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന്. എന്താണത്? അദ്ദേഹം പറയുന്നത് വരുന്ന ഓരോ കസ്റ്റമറോടും ആഴത്തിൽ സംസാരിക്കാനാണ്. എന്തിനാണ് എന്നെ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാൻ. അതെ, അതൊരു വെറും സംഭാഷണമല്ല, അതൊരു മാർക്കറ്റ് റിസർച്ചാണ്. പക്ഷെ ഒരു സർവേ ഫോം കൊടുക്കുന്ന പോലെയല്ല, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. അവരുടെ ഉള്ളിലെ യഥാർത്ഥ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ കോച്ചിങ്ങിൽ പറയുന്ന പോലെ റിയൽ പ്രോബ്ലം എന്താണ് എന്ന് കണ്ടെത്തണം. ചിലപ്പോൾ അത് കല്യാണത്തിന് ഭംഗി കൂട്ടണം എന്നതായിരിക്കില്ല, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവും. ഭർത്താവിന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ കുറഞ്ഞു പോകരുത് എന്നൊരു ഉത്കണ്ഠയായിരിക്കാം. അല്ലെങ്കിൽ എന്റെ മുഖത്തെ ഈ പാടുകൾ കാരണം എനിക്ക് ആത്മവിശ്വാസം കുറവാണ് എന്നൊരു വേദനയായിരിക്കാം. അപ്പൊ സർഫസിലുള്ള ആവശ്യത്തിനപ്പുറം അവരുടെ ഒരു ഇമോഷണൽ നീഡ് എന്താണെന്ന് കണ്ടെത്തണം. ഭർത്താവിന് ഇഷ്ടമുള്ളതുകൊണ്ടാ മേക്കപ്പ് ചെയ്യുന്നെന്ന് പറയുന്ന ഒരു കസ്റ്റമറെ പറ്റി സോഴ്സിൽ പറയുന്നുണ്ടല്ലോ. അത് അത്രയും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതെ, ആ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വേദന മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പരിഹാരത്തിന് മൂല്യം കൂടും. ശരിയാണ്. നിങ്ങൾ വെറുമൊരു ബ്യൂട്ടീഷ്യൻ അല്ലാതായി മാറും. അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു വിദഗ്ധയാകും. എല്ലാ ബിസിനസ് തന്ത്രങ്ങളുടെയും അടിത്തറ തുടങ്ങുന്നത് ഈ ആഴത്തിലുള്ള മനസ്സിലാക്കലിൽ നിന്നാണ്. അപ്പൊ ആളുകളോട് സംസാരിച്ച് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഉദാഹരണത്തിന്, എല്ലാ ആഴ്ചയും വന്ന് സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ് എന്ന് കുറെ പേർ പറയുന്നു എന്ന് വെക്കാം. ഇതിൽ നിന്നല്ലേ അടുത്ത തന്ത്രത്തിലേക്കുള്ള വഴി തുറക്കുന്നത്? കൃത്യമായി, അതാണ് പോയിന്റ്. നമ്മൾ ഊഹിച്ച് ഒരു പ്രോഡക്റ്റോ പാക്കേജോ ഉണ്ടാക്കുകയല്ല, ഉപഭോക്താവിന്റെ പ്രശ്നം കേട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കുകയാണ്.
അപ്പോൾ വിൽപ്പന വളരെ എളുപ്പമാകും. അതെ, അവിടെയാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ന ആശയം വരുന്നത്. ഓരോ തവണ വരുമ്പോഴും വലിയൊരു തുക വാങ്ങുന്നതിന് പകരം ഒരു വർഷത്തേക്ക് ഒരു പാക്കേജ് കൊടുക്കുക. 52 ആഴ്ചത്തെ കെയറിന് ഒരുമിച്ച് പണമടക്കുമ്പോൾ വലിയൊരു ഡിസ്കൗണ്ട് നൽകുക. ഇത് കസ്റ്റമർക്കും നല്ലതാണല്ലേ, കാരണം അവർക്ക് കുറഞ്ഞ ചെലവില് സ്ഥിരമായി സേവനം കിട്ടുന്നു. തീർച്ചയായും സുധയ്ക്കും നല്ലതാണ്, കാരണം ഒരു വർഷത്തേക്കുള്ള വരുമാനം ഉറപ്പായി. ആ, പണം എപ്പോൾ വരും, എത്ര വരുമെന്ന ടെൻഷൻ കുറയുമല്ലോ. അതുമാത്രമല്ല, ബിസിനസിനെ കേവലം ഇടപാടുകളിൽ നിന്ന് ഒരു ബന്ധത്തിലേക്ക് ഇത് മാറ്റുന്നു. ഒരു സ്ഥിരതയും പ്രവചനാത്മകതയും, അതായത് പ്രെഡിക്റ്റബിലിറ്റി, ബിസിനസിന് നൽകുന്നു. അതോടൊപ്പം ഇത് ബിസിനസ് വളർത്താനുള്ള ഒരു വഴി കൂടിയാണ്. സുധയ്ക്ക് തന്നെ എല്ലാ സബ്സ്ക്രിപ്ഷൻ കസ്റ്റമേഴ്സിനെയും നോക്കാൻ സാധിക്കില്ല. ഇല്ല. അപ്പോൾ എന്തു ചെയ്യും? നന്നായി ട്രെയിനിങ് കൊടുത്ത ലിസിതയെ പോലുള്ള സ്റ്റാഫിനെ ഈ കസ്റ്റമേഴ്സിനെ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് എന്റെ മേൽനോട്ടത്തിൽ ഒരു എക്സ്പേർട്ടിനെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് അവരെ പൊസിഷൻ ചെയ്യാം. അപ്പൊ സുധയ്ക്ക് പുതിയ കസ്റ്റമേഴ്സിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ മറ്റു കാര്യങ്ങളിലോ ശ്രദ്ധിക്കാൻ സമയം കിട്ടും. സംരംഭകനിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് ബിസിനസ് വളരുകയാണ്. ഇതൊരു സ്കെയിലിംഗ് തന്ത്രം കൂടിയാണ്. അതെ, സുധ എന്ന വ്യക്തിയിൽ നിന്ന് സുധ ബൈഡ് എന്ന ബ്രാൻഡിലേക്ക് ബിസിനസ് വളരുന്നതിന്റെ ആദ്യത്തെ പടിയാണത്. ശരി, അപ്പോൾ വരുമാനത്തിന് ഒരു സ്ഥിരതയായി, ബിസിനസിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താനുള്ള വഴിയും കണ്ടു. പക്ഷെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കടയിലേക്ക് പോകാൻ പണം മാത്രം മതിയോ ഒരു ഇന്ധനമായിട്ട്? പോരാ. അവിടെയാണ് ഈ കോച്ചിങ്ങിലെ അടുത്ത ആശയം എനിക്ക് വളരെ ശക്തമായി തോന്നിയത്. ഒരു സോഷ്യൽ ഗോൾ അഥവാ സാമൂഹികമായ ഒരു ലക്ഷ്യം സ്ഥാപിക്കുക. ഇത് 360 ഡിഗ്രി ക്ലബിന്റെ ഒരു അടിസ്ഥാന ശിലയാണ്. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലർ നടത്തുന്നു എന്ന് ചിന്തിക്കുന്നതും 2035ഓടെ 1 ലക്ഷം സ്ത്രീകളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഞാൻ സഹായിക്കുമെന്ന് ചിന്തിക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും വ്യത്യാസമുണ്ട്. ഉണ്ട്. രണ്ടാമത്തേതിന് ഒരു വലിയ ലക്ഷ്യബോധമുണ്ട്. അതെ. പക്ഷേ കേൾക്കുമ്പോൾ ഒരു സംശയം. ഈ 1 ലക്ഷം എന്നൊക്കെ പറയുന്നത് സുധയെ പോലെ ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന അയാൾക്ക് കുറച്ച് അതിശയോക്തിയല്ലേ? ഇത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കല്ലേ ചേരുന്നത്? നല്ല ചോദ്യമാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ആർക്കും അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. എങ്ങനെയാണ്? ആ വലിയ ലക്ഷ്യത്തെ ചെറിയ, നേടിയെടുക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളായി വിഭജിക്കുമ്പോഴാണ് അതിന്റെ ശക്തി മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന്, 1 ലക്ഷം എന്നത് 15 വർഷം കൊണ്ടുള്ള ലക്ഷ്യമാണെങ്കിൽ ഈ വർഷം ഏകദേശം 5000 പേരെ സഹായിക്കണം. ഓക്കേ. അതിനെ മാസങ്ങളായി വിഭജിച്ചാൽ മാസം 400-ൽ പരം ആളുകൾ. അതിനെ ദിവസക്കണക്കിലേക്ക് മാറ്റിയാലോ? ഒരു ദിവസം ഏകദേശം 13-15 പേർ. ആഹാ, അങ്ങനെ കേൾക്കുമ്പോ കാര്യം മാറി. 1 ലക്ഷം എന്നത് പേടിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. പക്ഷേ ഇന്ന് 13 പേരുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണണം എന്നത് വളരെ പ്രായോഗികവും നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു ലക്ഷ്യമാണ്. അതെ, വലിയ ദൗത്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നു. അതാണ് കാര്യം. ആ വലിയ ലക്ഷ്യം നിങ്ങളുടെ ബ്രാൻഡിന് ശക്തമായൊരു കഥ നൽകും. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും അതൊരു പ്രചോദനമാകും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പോലും ഈ വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമായി മാറും. അതായത് നിങ്ങൾ വെറും ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയല്ല. അല്ല, നിങ്ങൾ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാവുകയാണ്. ഓക്കെ, ലക്ഷ്യം വെച്ചു, അതിനെ ചെറിയ ഭാഗങ്ങളാക്കി. പക്ഷെ നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത്? ഓരോ ആഴ്ചയും പുരോഗതി ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല. അവിടെയാണ് 360 ഡിഗ്രി ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ വരുന്നത്, വീക്ക്ലി ഗ്രോത്ത് ട്രാക്കർ. ഗ്രോത്ത് ട്രാക്കർ ഇതൊക്കെയാണ് ഈ ട്രാക്കറിൽ അളക്കുന്നത്. പ്രധാനമായും 4 തൂണുകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1, ബ്രാൻഡ് വിസിബിലിറ്റി. അതായത് നിങ്ങളെ എത്ര പേർ അറിയുന്നു, നിങ്ങളുടെ ബ്രാൻഡ് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു. 2, നെറ്റ്വർക്ക് സ്ട്രെങ്ത്. നിങ്ങളുടെ ബന്ധങ്ങൾ, പുതിയതായി എത്ര പേരെ പരിചയപ്പെട്ടു, നിങ്ങളെ സഹായിക്കാൻ എത്ര പേരുണ്ട്. ശരി. 3, ഫിനാൻഷ്യൽ പെർഫോമൻസ്. നിങ്ങളുടെ സാമ്പത്തിക പ്രകടനം, വരവ്, ചിലവ്. 4, ഗോൾ അച്ചീവ്മെന്റ്. നിങ്ങളുടെ ആ വലിയ സാമൂഹിക ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്രത്തോളം അടുത്തു. അപ്പോ സുധയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് ട്രാക്കറിൽ ഈ ആഴ്ച പുതിയ 5 പേരെ പരിചയപ്പെട്ടു എന്നും പുതിയ 2 പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നും പുതിയ 2 കസ്റ്റമേഴ്സ് വന്നു എന്നും രേഖപ്പെടുത്തുമ്പോൾ, അതെ, ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് വെച്ചു എന്നൊരു സന്തോഷവും വ്യക്തതയും അവർക്ക് ലഭിക്കൂലേ? തീർച്ചയായും. അതൊരു ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നു.
ഓരോ ആഴ്ചയും അവസാനം ഈ ട്രാക്കർ നോക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാം, ഞാൻ ഈ ആഴ്ച എവിടെയൊക്കെയാണ് ശ്രദ്ധിച്ചത്, എവിടെയാണ് പിന്നോട്ടു പോയതെന്ന്. ശരിയാണ്. ഇത് വെറുതെ ലക്ഷ്യം വെച്ച് സ്വപ്നം കണ്ടിരിക്കുകയല്ല, അവിടേക്ക് എത്താനായി ഓരോ ആഴ്ചയും കൃത്യമായ ചുവടുകൾ വെക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളുടെ ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, കൃത്യനിഷ്ഠത തുടങ്ങി 7ഓളം കാര്യങ്ങൾ ഈ ട്രാക്കറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബിസിനസിന്റെ ഒരു 360 ഡിഗ്രി കാഴ്ച നൽകുന്നു. എനിക്കിപ്പോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമായി വരുന്നുണ്ട്. കസ്റ്റമറെ കേട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനൊരു വലിയ ലക്ഷ്യം നൽകി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു ട്രാക്കറും വെച്ചു. ഇനിയാണ് കോച്ചിങ്ങിലെ ഏറ്റവും ആഴത്തിലുള്ളതും ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടല് തോന്നുന്നതുമായ ഒരു ആശയം വരുന്നത്. വളരെ വലിയ വ്യത്യാസമുണ്ട്. ഒരു ടീം നിങ്ങൾക്കായി ജോലി ചെയ്യുന്നു. അവർക്ക് ശമ്പളം വേണം, കൃത്യമായ നിർദ്ദേശങ്ങൾ വേണം. അവർ ഒരു ജോലി ചെയ്യുകയാണ്. എന്നാൽ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയല്ല. ഒരു പൊതുവായ ലക്ഷ്യത്തിനു ചുറ്റും, അതായത് സുധയുടെ കാര്യത്തിൽ 1,00,000 സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു ചുറ്റും രൂപപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണത്. അവർ സ്വമേധയാ സംഭാവനകൾ നൽകും. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഭാഗമാണ്. കാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നല്ല ശമ്പളം കൊടുത്ത് നല്ല ജീവനക്കാരെ വെക്കുന്നതിനെ കുറിച്ചാണ്. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണല്ലോ. ഇതിനൊരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ആപ്പിളിന്റെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ തലേ ദിവസം രാത്രി മുതൽ കടയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ ഓർത്തു നോക്കൂ. ശരിയാണ്. അവർ ആപ്പിളിന്റെ ടീം മെമ്പർമാരല്ല, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. പക്ഷെ അവർ ആ ബ്രാൻഡിന്റെ ഭാഗമാണ്. ആ ലക്ഷ്യം അവരുടേതുകൂടിയായി മാറിയിരിക്കുന്നു. അവർ ആ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രചാരകരാണ്. ബ്രാൻഡ് ഇവാഞ്ചലിസം എന്നൊക്കെ പറയുന്നത് പോലെ. അതെ, നിങ്ങളുടെ ലക്ഷ്യം വലുതും സത്യസന്ധവുമാകുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങളോടൊപ്പം ചേരും. ശരിയാണ്. ഒരു ടീം നമ്മൾ പറയുന്നത് കേൾക്കുന്നു, പക്ഷെ ഒരു കമ്മ്യൂണിറ്റി നമ്മളോടൊപ്പം ചിന്തിക്കുന്നു, വളരുന്നു. അതെ, അവർ അവരുടെ കഴിവുകൾ, ബന്ധങ്ങൾ, ആശയങ്ങൾ എല്ലാം ആ ദൗത്യത്തിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ ഒരു നല്ല ഫോട്ടോഗ്രാഫർ സൗജന്യമായി ഫോട്ടോ എടുത്ത് തന്നേക്കാം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിങ്ങളെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടേക്കാം. കാരണം അവരെല്ലാം ആ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. കൃത്യമായി. ഇതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള വഴി. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടേത് മാത്രമല്ലാതാവുകയും ഒരു കൂട്ടം ആളുകളുടെ പൊതുവായ ലക്ഷ്യമായി മാറുകയും ചെയ്യുന്നു. കേവലം ഒരു ബിസിനസ് നടത്തുന്നതിൽ നിന്ന് നിങ്ങളുടെ ഇൻഡസ്ട്രി ഓൺ ചെയ്യുന്നതിലേക്ക്, അതായത് അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിലേക്ക് നിങ്ങളെ മാറ്റുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. വാവ്! ഇതാണ് 360 ഡിഗ്രി ബിസ് ഗ്രോത്ത് ക്ലബ്ബ് അതിന്റെ അംഗങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യം. അപ്പോ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടായിട്ടും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന സുധയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി ഒരു സമൂഹത്തെ തന്നെ കെട്ടിപ്പടുക്കുന്ന ഒരു സംരംഭക എന്ന വലിയ കാഴ്ചപ്പാടിലാണ്. അതെ, ഉപഭോക്താവിനെ ആഴത്തിൽ കേൾക്കുക, അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി സബ്സ്ക്രിപ്ഷൻ പോലുള്ള പുതിയ മോഡലുകൾ കൊണ്ടുവരിക, പണത്തിനപ്പുറം ഒരു വലിയ സാമൂഹിക ലക്ഷ്യം സ്ഥാപിക്കുക, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ട്രാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഉപയോഗിക്കുക. അവസാനം കൂടെ ജോലി ചെയ്യാൻ ആളുകളെ തേടുന്നതിന് പകരം കൂടെ സ്വപ്നം കാണാൻ ഒരു സമൂഹത്തെ കണ്ടെത്തുക. അതെ, ഇതാണ് ആ മാറ്റത്തിന്റെ വഴികൾ. ശരിക്കും ഒരു പരമ്പരാഗത ബിസിനസിനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ഉടച്ചു വാർക്കാമെന്നതിനുള്ള വ്യക്തമായൊരു രൂപരേഖയാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ കണ്ടത്. കഴിവുള്ളൊരു വ്യക്തിയെ സിസ്റ്റമാറ്റിക്കായി ചിന്തിക്കുന്ന ഒരു ബിസിനസ് ലീഡറാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. ഇത് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. എന്താണത്? നിങ്ങളുടെ ജോലിക്കുള്ളിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സോഷ്യൽ ഗോൾ എന്താണ്? നിങ്ങൾ വെറുമൊരു അക്കൗണ്ടന്റ് ആണോ? അതോ ചെറുകിട ബിസിനസ്സുകാരെ സാമ്പത്തികമായി തകരാതെ സംരക്ഷിക്കുന്ന ഒരാളാണോ? നിങ്ങൾ വെറുമൊരു ടീച്ചറാണോ? അതോ അടുത്ത തലമുറയിലെ ചിന്തകരെ വാർത്തെടുക്കുന്ന ആളാണോ? നിങ്ങളുടെ ദൈനംദിന ജോലികളെ വെറും പണമുണ്ടാക്കാനുള്ള മാർഗമായി കാണാതെ അത്തരമൊരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായി കണ്ടാൽ നിങ്ങളുടെ വളർച്ചയെ, നിങ്ങളുടെ ബിസിനസ്സിനെ അതെങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കൂ.